തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരങ്ങൾ മിന്നിത്തിളങ്ങി. 2016 മുതൽ 2022 വരെ നീണ്ട 7 വർഷത്തെ അവാർഡുകളാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 5 വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡുകൾ മലയാള നടിമാർ കരസ്ഥമാക്കി. ഇതിനു പുറമെ വിവിധ പുരസ്കാരങ്ങളും മലയാളികൾ സ്വന്തമാക്കി. 2016 പാമ്പുസട്ടയിലെ അഭിനയത്തിലൂടെ കീർത്തി സുരേഷ് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 2017 അരം എന്ന ചിത്രത്തിലെ ശക്തമായ പ്രകടനത്തിന് നയൻതാരയും 2018 ചെക്ക ചിവന്തവാനം എന്ന സിനിമയിലൂടെ ജ്യോതികയും പുരസ്കാരം നേടി. 2019 വെട്രിമാരൻ സംവിധാനം ചെയ്ത അസുരൻ എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ മികച്ച നടിയായി. ഇത് മഞ്ജുവിന്റെ ആദ്യ തമിഴ് ചിത്രമായിരുന്നു. ഇതും ശ്രദ്ധേയമായി. 2020 സുരൈ പോട്ടർ എന്ന സിനിമയിലെ അഭിനയത്തിന് അപർണ ബാലമുരളി മികച്ച നടി പുരസ്കാരം നേടി. 2021 ജയ് ഭീം എന്ന ചിത്രത്തിലൂടെ സെങ്കിണി എന്ന കഥാപാത്രത്തിലൂടെ ലിജോ മോൾ ആ നേട്ടത്തിലേക്ക് എത്തി. 2022 ഗാർഗിയിലെ പ്രകടനമാണ് സായി പല്ലവിക്ക് മികച്ച നടിയുടെ പുരസ്കാരം നേടിക്കൊടുത്തത്. 2016 പുരിയാത്ത പുതിർ എന്ന ചിത്രത്തിലൂടെ വിജയ് സേതുപതി മികച്ച നടനായി. 2017 തീരൻ അധികാരം ഒன்று എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിയും 2018 വട ചെന്നൈയിലൂടെ ധനുഷും പുരസ്കാരം നേടി. 2019 ഒത്ത സെരുപ്പ് സൈസ് 7 എന്ന ചിത്രത്തിലൂടെ ആർ പാർത്ഥിപനും 2020 സുരൈ പോട്ടർ എന്ന സിനിമയിലെ അഭിനയത്തിന് സൂര്യയും മികച്ച നടനായി. 2021 സർപ്പാട്രി പരമ്പര എന്ന ചിത്രത്തിലൂടെ ആര്യയും 2022 താണാക്കാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിക്രം പ്രഭുവും പുരസ്കാരം സ്വന്തമാക്കി. മറ്റ് പ്രധാന വിഭാഗങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. 2016 വേലനെ വന്നിട്ട് വെള്ളക്കാരൻ എന്ന ചിത്രത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയായി. ഒരു മുഖത്തറൈ എന്ന സിനിമയിലെ അഭിനയത്തിന് റഹ്മാൻ മികച്ച പ്രതിനായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2017 മകളർ മട്ടും എന്ന ചിത്രത്തിലൂടെ ഉർവശി മികച്ച ഹാസ്യനടിക്കുള്ള പുരസ്കാരം നേടി. 2020 തായ്നിലം സിനിമയിലൂടെ ആകായം മേലെ ഗാനത്തിലൂടെ വർഷ രഞ്ജിത്ത് മികച്ച ഗായികയായി. മികച്ച സിനിമകളായി 2016 മാനനഗരം, 2017 അരം, 2018 പരിയേറും പെരുമാൾ, 2019 അസുരൻ, 2020 കൂഴാങ്കൽ, 2021 ജയ് ഭീം, 2022 ഗാർഗി എന്നിവ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകർക്കുള്ള പുരസ്കാരം ലോകേഷ് കനകരാജ്, പുഷ്കർ ഗായത്രി, മാരി സെൽവരാജ്, ആർ പാർത്ഥിപൻ, സുധാ കൊങ്കര, TJ ജ്ഞാനവേൽ, ഗൗതം രാമചന്ദ്രൻ എന്നിവർക്ക് ലഭിച്ചു. ഫെബ്രുവരി 13 ചെന്നൈയിലെ കലൈവാനർ ചടങ്ങിൽ നടക്കുന്ന ചടങ്ങിൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനും നടിക്കും 1 പവൻ സ്വർണ്ണ മെഡലും മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകും. മികച്ച സിനിമകൾക്ക് 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക.